അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 4 ജാമ്യം തള്ളിയത്. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട പോലീസ് അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ? അക്ഷയ്, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ജാമ്യാപേക്ഷ പരിഗണിച്ച് വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇന്നത്തേക്ക് ജാമ്യാപേക്ഷ മാറ്റുകയായിരുന്നു. ഇന്നിപ്പോൾ വാദം പൂർത്തിയായതിനു ശേഷം ഏതായാലും ജാമ്യം കോടതി തള്ളിയിരിക്കുകയാണ്. പ്രധാനമായും അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം തള്ളുന്ന ഒരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസും കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തു. ഇന്നിപ്പോൾ കോടതിയിൽ ഉണ്ടായ നടപടികൾ എന്ന് പറയുന്നത്, ഈ വാദത്തിനിടയിൽ FIR കോടതിയിൽ വായിച്ചു. അപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്ത പോസ്റ്റ് അത് താൻ പിൻവലിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കോടതിയിൽ രാഹുൽ ഈശ്വർ അറിയിക്കുകയായിരുന്നു. പക്ഷേ ശക്തമായ രീതിയിൽ തന്നെയാണ് ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തത്. കോടതികളെയും നിയമത്തെയും വെല്ലുവിളിക്കുന്ന പ്രവണതയാണ് പ്രതിക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ അന്വേഷണം എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു തരത്തിലും പ്രതി അന്വേഷണത്തോട് സഹകരിക്കാത്തൊരു സാഹചര്യമാണ്. ജാമ്യം നൽകിയാൽ ഇതുപോലൊരു കേസിൽ, പ്രത്യേകിച്ചും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം നൽകും എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് ഒരു നിയമബിരുദം നേടിയ ആൾ എന്നുള്ളത് ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവം കൂടിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. പ്രോസിക്യൂഷന്റെ വാദം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷീജ, തുടക്കം മുതൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഈ അറസ്റ്റിന് ശേഷവും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് താൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കും, ഇനിയും വീഡിയോകൾ ചെയ്യും എന്നതാണ് പറഞ്ഞിരുന്നത്. അത് കൂടി പരിഗണിച്ചായിരിക്കുമല്ലേ കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായും അക്ഷയ്, കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ സ്വീകരിച്ച ഓരോ സമീപനവും അത് കൃത്യമായ രീതിയിൽ തന്നെ കോടതിക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പൂർണ്ണമായും പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട്, അത് പ്രത്യേകിച്ചും പോലീസ് തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയിൽ പറയുന്നുണ്ട്, ഒരു തരത്തിലും അന്വേഷണവുമായി സഹകരിക്കാൻ ഇതുവരെ രാഹുൽ ഈശ്വർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യമുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. കാരണം ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നതോട് സഹകരിക്കുന്ന സമീപനമല്ല രാഹുൽ ഈശ്വർ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷനും കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പ്രത്യേകിച്ചും ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു കേസിൽ രാഹുലിന് ഒരിക്കലും ജാമ്യം അനുവദിക്കരുത്. പ്രത്യേകിച്ചും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഇത്തരം സമീപനം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് തുടരുന്നൊരു രീതി തന്നെയായിരിക്കും രാഹുൽ സ്വീകരിക്കുക. അതുകൊണ്ട് ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പൂർണ്ണമായും പ്രോസിക്യൂഷന്റെ വാദം അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത്.